2026 കുരുമുളക് കൃഷി തുടങ്ങിയാലോ. ഇത് ഏകദേശം 3 വർഷം പ്രായമായിട്ടുള്ള കരിമുണ്ട ഇനത്തിൽ വിട്ട കുരുമുളക് കേട്ടോ. നിങ്ങൾ തിരി കണ്ടാൽ അറിയും, അത്യാവശ്യം തിരികളൊക്കെ ഉണ്ട്. സൈഡിലോട്ടൊക്കെ കണ്ടാൽ അറിയാം, മുകളിലോട്ട് കയറി പോകുന്നേ ഉള്ളൂ. അടി തിരിക്കുറവാണെങ്കിലും മുകളിലൊക്കെ തിരിയുണ്ട്. ആ വെയിലിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഇത്ര നല്ല തിരി ഉണ്ടായത് കേട്ടോ. അപ്പം നമ്മൾ കുരുമുളക് കൃഷിയിലേക്ക് പോകാം കേട്ടോ. ഓരോ കാര്യങ്ങളൊക്കെ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണാം കേട്ടോ. അപ്പം നമ്മൾ കുരുമുളക് കൃഷിയിലേക്ക് പോവാം. എൻ്റെ ചുറ്റും കാണുന്ന ഒരുപാട് കുരുമുളക് കണ്ടില്ലേ, ചുറ്റും കുരുമുളകിൻ്റെ ഒരു തോട്ടം പോലെ ഉണ്ട്. എല്ലാ മരത്തുമേലുണ്ട്, പ്രധാനമായിട്ടും മഹാഗണി, അതുപോലെ തന്നെ നമ്മളെ കവുങ്ങ്, പ്ലാവ്, അങ്ങനത്തെ എല്ലാത്തുമേലും കുരുമുളക് കയറ്റിയിട്ടുണ്ട്. ഏകദേശം എല്ലാം എന്താണ് കരിമുണ്ട എത്തുമ്പോൾ കുരുമുളകാണ്. പിന്നെ കുറച്ച് തൊമ്മന്, അതുപോലെ തന്നെ പന്നിയൂർ ചിലതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ കുരുമുളക് പോയി നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് മനു, ഞാൻ ജൻസി കർഷകനാണ്, അതായത് യുവ കർഷകനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന 99% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ് വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പം വീഡിയോയിലേക്ക് പോകട്ടോ. ആദ്യത്തെ വെച്ചാൽ ഈ തോട്ടത്തിൽ എങ്ങനെയാണ് കുരുമുളക് കൃഷി നട്ടത് എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് കുരുമുളക് നട്ടത് കേട്ടോ. മേലോട് കയറി പോകണ്ടില്ലേ. ഇത് ഏകദേശം 1 വർഷം പ്രായമായിട്ടുള്ളതാണ്. 2ാം വർഷം ആകുമ്പോഴേക്കും നല്ല മഴ പെയ്യും. ജൂൺ മാസത്തിലേക്കും ഇത് മൊത്തം പൊട്ടി തളർത്തുകാൻ മേലോട്ട് കയറും. ഏകദേശം കുറച്ച് ടോപ്പ് വരെ എത്തും. 2-3 തിരികളൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ലാത്ത തിരികളൊക്കെ ഉണ്ടായി വരും കേട്ടോ. ആ കാണുന്ന നിലത്ത് കണ്ട് റണ്ണിങ് ഷൂട്ട് കണ്ടില്ലേ, ഒരു വള്ളി, അതെങ്ങനെ സെലക്ട് ചെയ്ത് ഞാൻ കാണിച്ചു കേട്ടോ. ഇത് ഏകദേശം 5 വർഷം പ്രായമായിട്ടുള്ള കരിമ്പുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളക് കേട്ടോ. ആ മരത്തിൻ്റെ ഇത് കണ്ടില്ലേ, ഈന്ന് പൊട്ടി തളർത്തുന്ന ഇതാണ് വള്ളിയായിട്ട് എടുക്കേണ്ടത്. ഒരിക്കലും മുകളിൽ തൂങ്ങിയ വള്ളി എടുക്കരുത്. ഇതിങ്ങനെ റണ്ണിങ് ഷൂട്ടായി കാണില്ലേ. ഇത് കട്ട് ചെയ്ത് ഞാൻ നേരത്തെ ചെയ്ത പോലെ ഇവിടെ 5 എണ്ണം വള്ളി ഇട്ട് ഞാൻ മേലോട്ട് കയറ്റിയിട്ടാണ് ഇതൊക്കെ അങ്ങനെ കയറി പോയാട്ടോ. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഏകദേശം 5 വർഷത്തിന് ശേഷം ഇങ്ങനെ കയറി പോയട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയും, ഒറ്റ വള്ളി അതത് ഇതിൽ നിന്ന് പൊട്ടി തെളുത്താണ് മേലോട്ട് കയറി പോയട്ടോ. ഇനി വെച്ചാൽ 1ാം വർഷം തൊട്ട് 5ാം വർഷം പ്രായമായിട്ടുള്ള വിവിധ ടൈപ്പ് ഓഫ് കുരുമുളക് ഞാൻ കാണിച്ചില്ല. അപ്പോൾ ഏകദേശം എല്ലാ സംശയം തീരും. 1 വർഷം എത്രമാത്രം വളരും എന്നുള്ള ഒരു സംശയം തീരും കേട്ടോ. അപ്പോൾ 1ാം വർഷം ഞാൻ കാണിച്ചു കേട്ടോ. ഇതാണ് 1ാം വർഷം, കഴിഞ്ഞ ജൂൺ മാസം, അഥവാ 2025 ജൂൺ മാസത്തിൽ നട്ടാട്ടോ. ഇത് ഏകദേശം ഇവിടെ എത്തി. അപ്പോൾ അടുത്ത ജൂൺ മാസം ആകുമ്പോഴേക്കും, അതായത് 2027 ആകുമ്പോഴേക്കും മുകളോട് കയറി പോകും. പുതിയ തിരികളൊക്കെ ഉണ്ടായി വരും. ഇനി 2ാം വർഷം പ്രായമായിട്ടുള്ള കുരുമുളക് ഞാൻ കാണിച്ചു കേട്ടോ. ഇതാണ് 2ാം വർഷം പ്രായമായിട്ടുള്ള കുരുമുളക്. ഏകദേശം എത്ര എത്തിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ കഴിയും, തിരികളൊക്കെ ഉണ്ടായി വരണേ ഉള്ളൂ. ഒരു ഉണക്ക കുരുമുളകായിട്ട് 100 ഗ്രാമൊക്കെ ഒന്ന് കിട്ടും. 100 മുളക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി 3ാം വർഷം പ്രായമായിട്ടൊരു കുരുമുളക് ഞാൻ കാണിച്ചു കേട്ടോ. ഈ കാണുന്നതാണ് 3ാം വർഷം പ്രായമുള്ള കുരുമുളക്. അത്യാവശ്യം ഒരു PVC പൈപ്പിനൊക്കെ അത്ര ഹൈറ്റിലെത്തിക്കണേ കുരുമുളകൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ അറിയാൻ കഴിയും, നല്ല രീതിയിൽ തിരിയിട്ട് വരുന്നുണ്ട്. ഇതാണ് 4ാം വർഷം പ്രായമായിട്ട് കുരുമുളക്. ഏകദേശം ടോപ്പിലെത്തിക്കണേ അത്യാവശ്യം നല്ല രീതിയിൽ തിരികളൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണുന്നതാണ് 5ാം വർഷം പ്രായമായിട്ട് കുരുമുളക്. ഒരു പ്ലാവിൻ്റെ ടോപ്പിൽ വരെ ഉണ്ടായിക്കണ്. നമ്മളിപ്പോൾ വിവിധ വർഷങ്ങളായിട്ടുള്ള കുരുമുളക് കണ്ട് 1ാം വർഷം തൊട്ട് 5ാം വർഷം. ഈ കുരുമുളകിന് ഏറ്റവും പീക്ക് പെർഫോമൻസ് അഥവാ നല്ല വിളവ് കിട്ടുകയാണെങ്കിൽ ഒരു 4 to 5 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 4ാം വർഷം തൊട്ട് 5ാം വർഷം തൊട്ട് നല്ലൊരു പീക്ക് കുരുമുളകിൻ്റെ പെർഫോമൻസ് കാണിച്ചാൽ നല്ല രീതിയിൽ തിരിയിടുകയും നല്ല രീതിയിലുള്ള കുരുമുളക് ഉണ്ടാവുകയും ചെയ്യും. അതൊക്കെ ഡിപ്പെൻഡ് അപ്പോൾ ഇവിടെ കെയറിങ് ആണ്. നമ്മുടെ വളം കൊടുക്കൽ, നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കൽ, ഇതൊക്കെയാണ് എന്ത് കുരുമുളകിൻ്റെ ഒരു ഒരു വളർച്ച കാരണവും നല്ല തിരി ഉണ്ടാകാൻ കാരണം കേട്ടോ. ഇനി ഈ തോട്ടത്തിലെ 2 ടൈപ്പ് ഓഫ് കുരുമുളക് ഞാൻ കാണിച്ചു കേട്ടോ. 1ാമത്തെ വെറൈറ്റി വെച്ചാൽ കരിമുണ്ട. കരിമുണ്ട വെച്ച് എല്ലാവർക്കും അറിയാമായിരിക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തിരി ഉണ്ടാവും. ചെറിയ മണിയാണെങ്കിലും ഉണക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള തൂക്കം ഉണ്ടാവും. അതുപോലെ നല്ല കറുത്ത കുരുമുളക് കിട്ടും കേട്ടോ. പിന്നെ 4 കിലോ പച്ച കുരുമുളകിന് ഏകദേശം 1.25 ഉണക്ക കുരുമുളക് കിട്ടും കേട്ടോ. ഏകദേശം 5 വർഷം പ്രായമായിട്ടതാണ്. ഏകദേശം 1.5 കിലോ ഉണക്ക കുരുമുളക് കിട്ടും കേട്ടോ. ഇനി മറ്റൊരു കുരുമുളക് ഞാൻ പരിചയപ്പെടുത്തരാം. അതിനെപ്പറ്റി അറക്കമുണ്ടി ഓർ അരക്കാമുണ്ടി എന്നൊക്കെ പല സ്ഥലത്തും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അറക്കമുണ്ടി എത്തിയുള്ള കുരുമുളക് കാണിച്ചു കേട്ടോ. ഇതാണ് അറക്കമുണ്ടി എത്തിയുള്ള കുരുമുളക്. സംഭവം നല്ല രീതിയിലുള്ള കുരുമുളകാണ്. നല്ല കട്ടിയുണ്ട്. ഏകദേശം 2 മാസം പ്രായമായിട്ടുള്ളൂ. ഇനി കട്ടി ഫോം ചെയ്തിരും. ഏകദേശം
2 to 3 വർഷം പ്രായമായിട്ടുള്ള കുരുമുളക് കേട്ടോ. ഇതിനെ തിരിപിടുത്തം നോക്കിയാൽ അറിയാം, നല്ല രീതിയിൽ തിരി പിടിച്ചേക്കണ്. പിന്നെ നല്ല രീതിയിൽ അടിയുന്നേ തിരി പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ളൊരു വിളവിൽ നിന്ന് കിട്ടാൻ കഴിയും കേട്ടോ. കുരുമുളക് വളർച്ചയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമത് മണ്ണ്. നമ്മളിപ്പോൾ വീട് പണിയുമ്പോൾ ഏറ്റവും ബേസായിട്ട് ഏറ്റവും തറയായിട്ട് കൊടുക്കുക, നല്ല സ്ട്രോങ് ആയിട്ട് തറ കൊടുക്കും. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യണ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബേസ്മെൻറ്റ് എന്താണ്, നമ്മൾ മണ്ണാണ്. മണ്ണ് തന്നാൽ എന്താവും, നല്ല രീതിയിലെ വിളവും കൃഷിയൊക്കെ മുമ്പോട്ട് പോവുള്ളൂ. അപ്പോൾ മണ്ണ് ടെസ്റ്റ് ചെയ്യുക, കൃഷി ചെയ്യുന്നതിന് മുമ്പ് മണ്ണ് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ കൃഷിഭവൻ അന്വേഷിച്ചാൽ തീർച്ചയായും അറിയാൻ കഴിയും. പിന്നെ നമ്മുടെ കാലാവസ്ഥ, ഇത് വന്നാൽ ഒരു കോഴിക്കോട് കാലാവസ്ഥ ആണ്. എന്താണ്, വെയിലും മഴയും ആയിട്ടുള്ള ഒരു മീഡിയം കാലാവസ്ഥ. ഹൈ റേഞ്ചും അല്ല ലോ റേഞ്ചും അല്ല, അതിൻ്റെ മിഡിലായിട്ട് വരുന്ന സ്ഥലമാണ് കോഴിക്കോട് ഓമശ്ശേരി എന്ന സ്ഥലം കേട്ടോ ഇത്. പിന്നെ നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള സെലക്റ്റീവായിട്ടുള്ള കുരുമുളകിൻ്റെ തൈ, എൻ്റെ ചുറ്റും കാണുന്ന കരിമുണ്ട എത്തിപ്പെട്ട കുരുമുളകാണ്. അതുപോലെ തന്നെ അറക്കമുണ്ടുണ്ട്, കുമ്പുക്കളുണ്ട്. അപ്പോൾ കുമ്പുക്കളി വേറെ സ്ഥലത്താണുള്ളത്, ഇത് കരിമുണ്ടത്തെ തോട്ടം മൊത്തം ഉള്ളത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, നല്ല വളങ്ങൾ കൊടുക്കാം. രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി ഞാൻ കറക്റ്റായിട്ട് എന്താക്കുക കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കാം. COC അതുപോലെ തന്നെ നമ്മളെ എന്താണ് നീമോല് പോലുള്ള കാര്യങ്ങൾ കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ മാക്സിമം ഓർഗാനിക് ആയിട്ട് ചെയ്യാൻ നോക്കുക. അത് വേനൽക്കാലത്ത് എന്താണ്, നല്ല കരിയില ഉണ്ടാവില്ലേ ഇല, അത് മാക്സിമം കുരുമുളകിൻ്റെ അടുത്ത് എന്താണ് ചേർത്ത് വെക്കുക. അതുപോലെ തന്നെ കുരുമുളകിൻ്റെ വള്ളി ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചില കൊമ്പുകളൊക്കെ കെട്ടി കൊടുക്കുക. ഈ പാള പോലുള്ള കവുങ്ങിൻ്റെ പാളൊക്കെ കെട്ടി കൊടുത്താൽ ഒരു പരിധി വരെ എന്തായിരിക്കും കുരുമുളക് ഉണങ്ങിപ്പോകാണ്ടിരിക്കാൻ വേനൽക്കാലത്ത് സഹായിക്കും. പിന്നെ കുറച്ച് വെള്ളം നനയ്ക്കുക. പിന്നെ മഴക്കാലത്ത് വെള്ളം കെട്ടിക്കാൻ നോക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ കുരുമുളക് കൃഷി 2026 തുടങ്ങാം. അപ്പോൾ വീഡിയോ അവസാനം കണ്ട എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും പോരായ്മ കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണാൻ തീർച്ചയായും സബ്സ്ക്രൈബ് അടിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും നന്ദി, ബിഗ് താങ്ക്സ്.